ഇപ്പുറത്തിരിപ്പുണ്ട് അമ്പലത്തിലോട്ട്. നീ ഇപ്പൊ വീഡിയോക്കകത്തുണ്ട്, ഞാൻ യൂട്യൂബിൽ നീ കോറമംഗലം സോണി സിഗ്നലിൽ അപ്പുറത്തോട്ട് ഒരു വണ്ടി വരാം. കോറമംഗലില്ലേ അത് ഈജിപ്തിൽ എത്തുന്നതിന് മുമ്പേ വണ്ടി മാറ്റാം. ഈജിപ്തിൽ പാലം പണിയുന്നോണ്ടിരിക്കണല്ലേ, പാലം പണിയുന്നില്ലടാ ഈജിപ്തില്, ഓവർ ബ്രിഡ്ജ് പണിയുന്നില്ലേ, നീ കൂടാ. എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യണതാണ് ബോയ്സ്. ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അവൻ എനിക്ക് അവനൊരു 3-4 വർഷം കൊണ്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. അങ്ങനെ ഇതിപ്പോൾ അവൻ്റെ വണ്ടിയാണ്. നിങ്ങൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വണ്ടി മാറ്റി. നിങ്ങൾ വന്ന് എൻ്റെ വണ്ടിയല്ലേ കാണണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചേഞ്ച് ആവട്ടെ, അങ്ങനെ ഞാൻ അവൻ്റെ വണ്ടി മേടിച്ചു. ഇത് പൾസർ 125. അവിടെ അതൊരു ഓടിയല്ലേ, ഔഡിയാണ്. അപ്പുറത്തൊരു പോർഷ കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. മാൻ, സെക്സി ലേഡി. അവൻ്റെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. എനിക്ക് പൾസർ ഭയങ്കര ഇഷ്ടമാണ്. പൾസറിൻ്റെ 180 ഭയങ്കര ഇഷ്ടമാണ്. പൾസറിൻ്റെ 180 ഭയങ്കര രസമാണ് ഓടിക്കാനും. അതിൻ്റെ ഒരു ചെയിനിൻ്റെ കുറേ നാൾ കഴിയുമ്പോൾ ചെയിനടി തുടങ്ങി. ചെയിനടിയൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. നിങ്ങൾക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. എനിക്കൊരു ചേഞ്ച് ആവും. ഞാൻ ഇവിടെ വന്നിട്ട്, ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു സ്കൂട്ടിയാണ് ഇത് എൻ്റെ വണ്ടി അല്ലാണ്ട് ഞാൻ ഓടിച്ചിട്ടുള്ളത്. ഞാൻ വേറെ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല. അതും ഫ്രണ്ടിൻ്റെ തന്നെയായിരുന്നു, കൂട്ടുകാരൻ്റെ ഡിയോ. അതാണ് ഞാൻ അല്ലാണ്ട് എൻ്റെ വണ്ടി അല്ലാണ്ട് ഗ്ലാമർ അല്ലാണ്ട് ഞാൻ ഓടിച്ചിട്ടുള്ളത്. അതാണ്. ഹോണല്ല രസമല്ല, അമ്മയെ ഹോൺ ഇച്ചിരി ഗുമ്മുള്ള ഹോണായിരിക്കണം. അല്ലേ അടിക്കുമ്പോൾ ഒരു സൂപ്പർ നാൾ പടക്കാണ് കേൾക്കുന്നവൻ മാറണം. അതാണ് ദേഷ്യം. വമ്പൻ ക്യൂ. മറ്റേത് വഴി അത്രത്തോട്ട് പോയാൽ മതി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് വമ്പൻ ട്രാഫിക് ആയിരിക്കും. എല്ലാണ്ണവും പബ്ബിൽ പോണു, അഴിച്ചു വിളിക്കാൻ പോണു, വമ്പൻ ട്രാഫിക് ആയിരിക്കും. കഥ എവിടെ പോയി? അവനെ കാണുന്നില്ല. അവൻ കൂടെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അവനെ കാണുന്നില്ല. അവൻ എവിടെ പോയെന്തോ. ഞാൻ അവിടെ ഒന്ന് പുറകെ നോക്കുമ്പോൾ അവിടെ പുറകെ ഉണ്ടായിരുന്നു. ഈ ഹാനിലൊക്കെ ഇളവിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ കുടിക്കണം, ഈ ഹാനിൽ ഇളവിരിക്കുക. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനോടെ പോയാണ്ടോ? അവന് എവിടെയും വെച്ച് കാണാം. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ്. ഇനി 2 ദിവസം പണിക്ക് പോകണ്ട. വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയാണ് 2 ദിവസം പണിക്ക് പോകണ്ട. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ നോക്കിയിരിക്കും വെള്ളിയാഴ്ച ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കൂൾ മാറി, ഓഫീസായി. ഓഫീസിൽ നോക്കിയിരിക്കും വെള്ളിയാഴ്ച ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ദിവസം പണിക്കുണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കാണല്ല. അവൻ വരുമായിരിക്കും, എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. അവൻ ഇതുവഴി പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഫ്രഷ് ഉണ്ട്. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ പബ്ബിൻ്റെ മേളമാണ്. കോറമംഗലിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ വലിയ പബ്ബാണ്, പബ്ബ്. അതെന്തൊരു പബ്ബ്, ഇഷ്ടംപോലെ പബ്ബുണ്ട് അവിടെ ആ ഏരിയയിൽ. കോറമംഗലയിലാണല്ലോ പബ്ബിൻ്റെ സംസ്ഥാന സമ്മേളനം. അപ്പോൾ അവിടെ കുറേ ഉണ്ട്. അങ്ങനെ അവനെ കണ്ടില്ല. അവനെ നോക്കുക. അവൻ ഏത് വഴിക്ക് പോയാണ്ട് അവൻ ഈ വഴിക്ക് പോകണം എന്നാണ് എന്നോട് പറയാറുള്ളത്. അവൻ എനിക്ക് തോന്നുന്നു അവൻ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് കയറി പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ വ്ലോഗ് മൊത്തം അവൻ അന്വേഷിക്കുന്ന ഇതാവും.
ഇത് വെനുവിൻ്റെ എൻലൈൻ. ഉണ്ടായിക്കാരുടെ എൻലൈൻ ആ ലൈനപ്പ് എല്ലാം കിട്ടില്ല. എന്താ ഭംഗിയെല്ലാം കാണാൻ. i20 എൻലൈൻ ഉണ്ട്. മുത്താണ് മുത്ത് ഐറ്റമാണ്. നല്ല വിലയാണ് എൻലൈൻ. ചുമ്മാ കുറെ പൈസ കൊടുക്കണം, പക്ഷെ വർത്താണ്. അവനെ കണ്ടില്ല. ഞാൻ വീണ്ടും അതിലേക്ക് പോകും. എന്താ വൈകിട്ടായപ്പോൾ എനിക്കൊരു എനർജി ഇല്ലാത്തത്? അവനെ കാണാത്തോണ്ട് ഞാൻ പാനിക്കായിരുന്നു. അവൻ്റെ വണ്ടിയുടെ വീട്ടിൽ ചാവി ഇതിനകത്താണ്. വേറെ കുഴപ്പമൊന്നുമില്ല, അതേ ഉള്ളൂ കുഴപ്പം. അവൻ വരും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമുക്കപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് എണ്ണമെങ്കിലും നിൽക്കാം, എന്നിട്ട് കണ്ടുപിടിക്കാം. നേരത്തെ ആണോ? ഒരു ഇരുട്ടില്ല. 6:30 ആവാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ നേരത്തെ ആയിരുന്നു പോയി. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു. ഇന്നലെ ഞാൻ ക്യാമറ കൊണ്ടുവന്നില്ല ഐസ്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്നലെ ക്യാമറ കൊണ്ടുവന്നിട്ട് ഞാനിപ്പം കുറേ വീഡിയോ എടുക്കണം. ഡെയിലി 4 വീഡിയോ ഇടാനുള്ള സാധനം ഓഫീസിലോട്ട് വരുവാണെങ്കിൽ കിട്ടും. രാവിലെ ഒരു ASMR, ഒരു വോയിസ് വിത്ത് വീഡിയോ, വൈകിട്ട് ഒരു ASMR, ഒരു വോയിസ് വിത്ത് വീഡിയോ, ഇങ്ങനെ ഒരു 4 എണ്ണം കിട്ടും. ഞാനൊരു പുള്ളിക്ക്. പക്ഷെ ഞാൻ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ഈ എന്തുകൊണ്ടാണ് വീഡിയോനെ കുറിച്ച് പറയുന്നത്? എനിക്ക് ഇതാണ് വീഡിയോ എടുക്കുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ ചെയ്യേ, എന്തെങ്കിലുമൊക്കെ രസമായിട്ടുള്ളതൊക്കെ ചെയ്യേ. എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ വെറുതെ. എനിക്ക് യൂട്യൂബിനകത്ത് വീഡിയോ എടുത്തിടാനായിട്ട് എനിക്ക് ഒരു പൈസയും കൊടുക്കണ്ട, ചുമ്മാ എടുത്തിടണയാണ്, അങ്ങോട്ടൊന്നും കൊടുക്കണ്ട. പക്ഷേ ഞാൻ നോക്കി, ഞാൻ 21ാമത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തു. ഇപ്പം പോയി കഴിഞ്ഞാൽ 21ാമത്തെ വീഡിയോ അതിനകത്ത് കാണാം. എന്നിട്ട് പിന്നെന്താ ഉള്ളത്? പിന്നെ 25 വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അൺലിസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് 26ാമത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ടിറക്കി വെച്ചേക്കണം. എന്നിട്ട് 27ാമത്തെ വീഡിയോ അതേപോലെ ഔട്ടെടുത്ത് വെച്ചേക്കണം. അതിനെ അപ്ലോഡ് ചെയ്താണ്. ഞാനപ്പം ഇത്രയും ചെയ്തില്ലേ? എത്ര ദിവസമായി? 1 മാസം കൊണ്ട് 60 സബ്സ്ക്രൈബേഴ്സായി. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. ഞാൻ അതിനെ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത്രയും ഞാൻ ചെയ്തില്ലേ? ഇത്രയും മാറ്റം ഞാൻ കൊണ്ടുവന്നില്ല. എൻ്റെ ഒരു നോർമൽ ലൈഫിൽ അത്രയും മാറ്റം കൊണ്ടുവന്നില്ല. അത് ഭയങ്കര ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 പേരെന്തോ വ്യൂസിനെന്തോ ഡാഷ്ബോർഡിന് എന്തോ ഫിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ അനലിറ്റിക്സ് എനിക്ക് തോന്നിയപ്പോൾ അറിയില്ല, അത് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയണോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഒക്കെ വന്നിട്ട് മുടിഞ്ഞിരിക്കുക. എപ്പോഴാ ഇതൊക്കെ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് മാർഗങ്ങൾ കണ്ടെത്തി വെക്കുക. അഥവാ യൂട്യൂബിൽ ക്ലിക്ക് ആയാലോ വേറെ കളിക്കുമുണ്ടല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശങ്ങൾ. നടക്കുമെന്ന് ഒരിക്കറിയില്ല. ഇതിൽ പേപ്പറൊക്കെ ഉണ്ടായാന്തോ ഉണ്ടാവുമായിരിക്കും. അവൻ്റെ അനിയൻ്റെ വണ്ടിയാണെന്നാ പറഞ്ഞത്. അവനൊരു ബുള്ളറ്റ് ഉണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ബുള്ളറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുള്ളറ്റ് റൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുള്ളറ്റ് എടുക്കാം. ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് 350 വരും. നിങ്ങൾക്കൊരു ചേഞ്ച് ആവട്ടെ, വീഡിയോക്ക് ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വണ്ടി ചോദിച്ചത്. പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയിരുന്നു, പ്ലാനൊന്നുമില്ല. അവൻ ഇങ്ങനെ ഞാനും അവനും സാധാരണ ഒരുമിച്ച് ഇറങ്ങാറില്ല. ഞങ്ങൾ പലപ്പോഴും ഞാൻ ചിലപ്പോൾ നേരത്തെ ഇറങ്ങും, ചിലപ്പോൾ അവൻ നേരത്തെ പോകും, അങ്ങനെയൊക്കെയാണ് ഇറങ്ങാറ്. അത് വർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി, വെള്ളിയാഴ്ച ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ ഇതെടുക്കാം, അപ്പോൾ എനിക്ക് വേറൊരു വീഡിയോ കിട്ടും, ഒരു ചേഞ്ച് വീഡിയോ കിട്ടും എന്ന് പറയാം. എന്നിട്ട് അവൻ അപ്പോഴേ ആ വണ്ടി എടുത്തിട്ട് അവൻ വന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് പറയായിരുന്നു, അതാണ് നിങ്ങൾ ആദ്യം കാണണം, അവന് താക്കോൽ ഇതിനകത്ത് കിടക്കണം. അവൻ വിചാരിച്ചു ഞാൻ വണ്ടി കൊണ്ടുപോകാനാണ്. പക്ഷേ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാനും അവന് ഒരേ റൂട്ടാണ് പോകണം. ഇപ്പം പിന്നെ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനത് മിസ്സായെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവൻ പത്ത് വണ്ടി കൊള്ളാമല്ലോ. എൻ്റെ വണ്ടി മുത്താണ്. ചെക്കൻ പുലിയാണ്. ചെക്കൻ 2017 മോഡലാണ്. 10 കൊല്ലാവാറായി. ചെറുക്കൻ പുലിയാണ്. ചെറുക്കൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കണം ബാംഗ്ലൂര്. കാണാം. ചെറുക്കൻ ലേശം പൈസ ചിലവാണ് ചെറുക്കൻ. പക്ഷെ ചെറുക്കൻ കുഴപ്പമില്ല. എണ്ണ ഓക്കെ. അത് 50 കിലോ ഒക്കെ കിട്ടുള്ളൂ. അത് ഞാൻ സഹിക്കും. പക്ഷേ അല്ലാണ്ട് ഇത്തിരി പൈസ ചിലവാണ്. പക്ഷെ കുഴപ്പമില്ല. സോ ഓക്കെ.
ഒരു ആദ്യത്തെ വണ്ടിയാണ്, എൻ്റെ പേരിലുള്ള ആദ്യത്തെ വണ്ടിയാണ്. അപ്പം അതിനോടൊരു ഇഷ്ടമുണ്ട്, അതൊരിക്കലും കൊടുക്കില്ല. അത് മാറ്റിയിട്ട് വേറെ മേടിച്ചാലും അതൊരിക്കലും കൊടുക്കില്ല. അങ്ങനൊരു ഇഷ്ടമുണ്ട് അതിനോട്. ചെറിയ ടയറാണ് അതിൻ്റെ, അതിന് വലിയ ടയർ മേടിച്ചിരുന്നു. പൾസറിൻ്റെയൊക്കെ വലിയ ടയറാണ്. പൾസർ 180 നല്ല ചുമുത്ത് ടയറാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 180 എനിക്ക് ഭയങ്കര, അന്നത്തെ കാലത്ത് 2015 കാലത്ത് 180 220 ആ ഒരു, അന്ന് 125 ഒന്നും ഇല്ല, അന്ന് 150 ഉണ്ട്, 180 ഉണ്ട്. എല്ലാവരും 180 എടുക്കും എന്ന് പറഞ്ഞാൽ പയ്യന്മാർ ഇച്ചിരി 180 220 എടുക്കും. ഇച്ചിരി പ്രായമുള്ളവർ അങ്ങനെ എടുക്കണം, അവരൊക്കെ ഒരു 35+ ഒക്കെ എടുക്കണവരൊക്കെ 150 എടുക്കും. അപ്പോൾ 180 നല്ല നമ്മളെ പക്ഷെ പൊളക്കാൻ നല്ല വണ്ടിയാണ് 180. അങ്ങനെ എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാവുന്ന ഒരാളുടെ 180 ഉണ്ടായിരുന്നു. ഞാനത് ഇറക്കിയെടുത്ത് സ്കൂളിൽ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ ബുള്ളറ്റൊന്നും ഭയങ്കര ട്രെൻഡൊന്നും ആയില്ല. അതിന് ശേഷമാണ് ബുള്ളറ്റൊക്കെ ട്രെൻഡ് ആവുന്നത്. ഇവനും കൈ കൊടുത്താൽ പറക്കുന്നു, കയറി പോയി. അമ്മാശാൻ അതൊന്നും ചെയ്യില്ല, കൈ കൊടുത്താലൊന്നും വലിയ വികാരമൊന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കും. ഓക്കെ ഗൈസ്, ബൈ ഫ്രം പൾസർ 125. See you in the next video. ഞാൻ കുറച്ച് ASMR